അതായത് റീസൺ ഒരിക്കലും സുവിശേഷം റിലേ ചെയ്യണില്ല എന്ന്, അത് അപ്പോസ്തല പാരമ്പര്യമാണ്. ഞാൻ ദിവസങ്ങളിൽ എൻ്റെ അച്ഛനോട് ജോബിനച്ഛനോട് പറയുമായിരുന്നു, അച്ഛാ, അതായത് ചില വചനങ്ങൾ നോൺ റീസണബിളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് സുവിശേഷം പ്രസംഗിക്കുക, എന്താണ് സാഹചര്യം അനുകൂലമാണെങ്കിലും അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും. ഇതിനകത്ത് എന്ത് റീസണാണ് ഉള്ളത്? 2 തിമോത്തി 4:2 വചനമാണ്. 2 തിമോത്തി 4:2 വചനമാണ്. സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി. നമ്മുടെ തുഗ്ലക്കില്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി തലസ്ഥാനം എടുത്ത് ആഗ്രയെ കൊണ്ടു വെച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഡൽഹി വെച്ച മനുഷ്യനാണ്. നാണയങ്ങളെല്ലാം സ്വർണ്ണ നാണയങ്ങളാക്കി. അത് രസമെന്ന് വെച്ചാൽ നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ സ്വർണ്ണ നാണയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നാണയത്തിന് 100 രൂപ എന്ന് വിചാരിച്ചോ. എന്തിൻ്റെ സ്വർണ്ണ നാണയത്തിൽ? സ്വർണ്ണത്തിൻ്റെ നാണയമാണേ. ആ നാണയം കൊണ്ട് തൂക്കി വിറ്റ 1000 രൂപ കിട്ടും സ്വർണ്ണത്തിന്. 1000 രൂപയുള്ള സ്വർണം നാണയം ഉണ്ടാക്കി 100 രൂപക്ക് കൊടുക്കുന്ന മനുഷ്യൻ, അതാണ് തുഗ്ലക്ക്. ഈ മനുഷ്യന് വേറെ ഒരു പരിഷ്കാരമുണ്ട്. അദ്ദേഹം ഒരു വിളംബരം ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തുള്ള എല്ലാവരും, കുതിരയുള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണം രാജ്യത്തിന്. ക്ലിയർ അല്ലേ? റീസണബിളാണ്. അടുത്ത ശ്വാസത്തിൽ പറയണേ അതുപോലെ തന്നെ കുതിരയില്ലാത്തവരും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? കുതിര ഉള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണം. അടുത്ത നിയമം എന്താണ്? അതുപോലെ തന്നെ 5 രൂപ വെച്ച് കപ്പം തരണം. ആര്? കുതിരയില്ലാത്തവരും. രാജ്യത്തിലുള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണമെന്ന് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അകത്തേക്ക് കുതിരയെ കൊണ്ടുവന്ന് കഥാപാത്രമാക്കേണ്ട ആവശ്യമില്ല. അയാളൊരു ഇഡിയറ്റാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് ഇതേ ലെവലിലാണ് ഈ വചനം കിടക്കുന്നത്. ഇഡിയറ്റായിട്ട് പറയുകയല്ലത്. അതായത് സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം പ്രതികൂലമാകുമ്പോഴും. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? സുവിശേഷത്തിനാണ് അവിടെ പ്രാധാന്യം, സാഹചര്യത്തിനല്ല. അഭയ കേസ് ഉണ്ടായാലും ഫ്രാങ്കോ കേസ് ഉണ്ടായാലും അത് നമ്മളെ വരച്ചു കീറി ഒട്ടിച്ചാലും ന്യായം ഉണ്ടായാലും അത് അന്യായം ഉണ്ടായാലും ഇനി സുപ്രീം കോടതി വരെ നമുക്ക് അനുകൂലമായി പ്രതികൂലമായി വിധിച്ചാലും എന്താ കാര്യം? പൗലോസ് എന്താ പറഞ്ഞത്? സുവിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല. 2 തിമോത്തി 2:9. വ്യക്തികൾക്ക് വിലങ്ങ് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ബന്ധനസ്ഥനാണ്. But the gospel is not under chain. ഞാൻ ബന്ധനസ്ഥനാണ്. വ്യക്തികൾ ബന്ധനസ്ഥരാകും, ചിലപ്പോൾ അഴിച്ചുവിടുകയും ചെയ്യും. പക്ഷേ സുവിശേഷം ബന്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറുന്ന, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുന്ന, വിശ്വാസത്തിൽ എന്നും മുന്നേറുന്ന, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുന്ന, ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയില്ല ഞാൻ. നമ്മുടെ സാഹചര്യം വൈറ്റ് ഓർ ബ്ലാക്ക്, നമ്മുടെ സാഹചര്യം എന്തായാലും അത് ദൈവത്തിൻ്റെതാണെന്നൊരു വചനമുണ്ട്. ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ആരോഗ്യമാകാം. ആ സാഹചര്യം എന്തായാലും രോഗം ദൈവത്തിൻ്റെതല്ല, ആരോഗ്യം ദൈവത്തിൻ്റെ ആണെന്നല്ല കിടക്കണത്. നിൻ്റെ രോഗം ആയാലും ആരോഗ്യമായാലും അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒരു വചനമുണ്ട് ബൈബിളിൽ. നിന്റെ സന്തോഷമായാലും ദുഃഖമായാലും അത് ദൈവത്തിൻ്റെതാണ് സാഹചര്യം.
അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ മോശം സാഹചര്യമായാലും നല്ല ഇപ്പോൾ നിൻ്റെ പോവർട്ടി, ഇപ്പോൾ ചിലർ ക്രിസ്മസ് കാലത്ത് രോഗവും മരുന്നൊക്കെ കാരണം, ആശുപത്രി കേസ് കാരണം, പൈസ ഇല്ലാത്ത കാരണം ചിലപ്പോൾ നല്ല ഭക്ഷണം പോലും കഴിക്കാത്ത ക്രിസ്മസ് ഉണ്ടാകാം. അപ്പോൾ ഈ ക്രിസ്മസ് ഇങ്ങനെ പോയി നമ്മൾ ചിലപ്പോഴും അപ്പൻ അല്ലെങ്കിൽ അമ്മ മക്കളോട് പറയും, ക്രിസ്മസുമായിട്ടും നമ്മളെ കർത്താവ് കാത്തില്ലെന്ന് വേണേൽ പറയാം. നമുക്ക് അങ്ങനെ പറയണവരുണ്ട്. അപ്പോൾ നമുക്ക് പണമുള്ളപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ, പണമില്ലാത്തപ്പോൾ കർത്താവ് നമുക്കൂടെ ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ പരുവക്കേടാണ്, വസ്ത്രത്തിൽ പരുവക്കേടാണ്, അപ്പോൾ പരുവക്കേടിൻ്റെ കാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എവിടെ പോണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ബൈബിൾ എന്താ പറയണത്? പരുവക്കേടും കർത്താവിൻ്റെതാണ്, അതുപോലെ തന്നെ നിൻ്റെ സമൃദ്ധിയും കർത്താവിൻ്റെതാണ്. അല്ല, സമൃദ്ധി കർത്താവിൻ്റെതും അഭിവൃദ്ധി കർത്താവിൻ്റെതും മറ്റ് വിഷയങ്ങൾ കർത്താവിൻ്റെതല്ലാത്തതുമല്ല, അതല്ല ആത്മീയത. അതിന് ബൈബിൾ എന്താ പറയണത്? ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. അതാണ് വചനം. 89:11 വചനം. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ആകാശം എന്താണ്? സമയം, അല്ലേ? ഭൂമി എന്താണ്? സ്ഥലം. ഭൂമി എന്താണ്? സ്ഥലം. നമ്മുടെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് എവിടെയാണ്? ഇപ്പം നമ്മുടെ സാഹചര്യം പരുവക്കേടാണെന്ന് പറയണം. അയ്യോ ഇപ്പം പിരിവുകാർ വരുമ്പോൾ പറയുകയെ, പിരിവുകാരൊക്കെ വരികയല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം അതിന് പറ്റിയ സാഹചര്യമല്ല. ഇതൊക്കെ മാറട്ടെ, ഇതൊക്കെ മാറട്ടെ, നമ്മളീ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പറയാം. അതായത് ഈ സാഹചര്യം ഇപ്പം പരുവക്കേടാണ്, ഇതൊക്കെ മാറട്ടെ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഈ സാഹചര്യം എന്തിനാണ് വരുന്നത്? ഒന്ന് സ്ഥലത്തിലും ഒന്ന് സമയത്തിലുമാണ് സാഹചര്യം വരേണ്ടത്. ഈ സാഹചര്യം ആരുടേതാണെന്നാണ് പറയണത്? ഇപ്പം സ്ഥലം ഭൂമി, സമയം ആകാശം, അതിലാണ് സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ആരുടേതാണ്? സങ്കീർത്തനം 89:11 അനുസരിച്ച് കൊണ്ട് സാഹചര്യം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അത് നല്ല സാഹചര്യം ഉണ്ടാകാം, മോശം സാഹചര്യം ഉണ്ടാകാം. ഔഷപിതാവിനും അമ്മയ്ക്കും മോശം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്കറിയാം ആ സാഹചര്യം ദൈവത്തിൻ്റെതാണ്. കാര്യത്തൊഴുത്തിൽ കിടക്കുന്ന ചാണകത്തിൻ്റെ മണം വരുന്ന മക്കൾ വേണമെങ്കിൽ പശു വന്ന് നക്കിക്കാണും. ആ സാഹചര്യം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആകാശം ദൈവത്തിൻ്റെതാണ്, സമയം ദൈവത്തിൻ്റെതാണ്, ഭൂമി ദൈവത്തിൻ്റെതാണ്, സ്ഥലം ദൈവത്തിൻ്റെതാണ്. ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തൊരു സ്ഥലമാണ്, ഭൂമിയാണ്. പക്ഷേ സങ്കീർത്തനം 89:11 അനുസരിച്ച് കൊണ്ട് ബെത്ലഹേമിലെ കാലത്തൊഴുത്താകുന്ന ആ ഭൂമി ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. സാഹചര്യം ദൈവത്തിൻ്റെതാണ്. ഇപ്പം ആകാശം ഭൂമിയും കർത്താവിൻ്റെതാകുമ്പോൾ, സാഹചര്യം ദൈവത്തിൻ്റെതാകുമ്പോൾ അതിന് മോശം സാഹചര്യം നല്ല സാഹചര്യമൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ സാഹചര്യമൊന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാഹചര്യമായതുകൊണ്ട് തന്നെ എല്ലാം വിശ്വാസിക്ക് നല്ല സാഹചര്യം ആണ്. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ്. ദയവായിട്ട് രോഗം ഉള്ളിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. രോഗമുള്ളിടത്തെല്ലാം ഉദരവേദന, കിഡ്നിയുടെ അസുഖങ്ങൾ ഉള്ളവർ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, ഇപ്പോഴേ മുതുകിനും അതുപോലെ നടുവിനുമൊക്കെ ഇങ്ങനെ എന്തോ ഈ ചൊറിഞ്ഞ് പൊട്ടും. പിന്നെ അത് ചിലത് പൊറുക്കും, ചിലത് പൊറുക്കത്തില്ല. ആ രോഗിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നെഞ്ചുവേദന ഉള്ളവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങൾക്കിതിൽ വിഷയം കുറവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിലും ജീവനോട് അൾത്താരയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിലും ആണ് അച്ഛൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന ആശ്രയിച്ചാൽ മതി. അതെനിക്ക് അത്രയും വിശ്വാസമില്ലെന്ന് ചിന്തിക്കേണ്ട. കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ നീ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിക്കേണ്ടതാണ്. നെറ്റിയിൽ കൈവെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നെറ്റിക്ക് കളർ വ്യത്യാസം വരുന്നവർ, നെറ്റിക്ക് വേദന ഉള്ളവർ, നെറ്റിയുടെ വേദന തലവേദനയായിട്ട് മാറുന്നവരൊക്കെ നെറ്റിയിൽ കൈവെക്കണം. മുടി കഴിയുന്നവർ തലയിൽ കൈവെക്കണം. ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ എല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്പോണ്ടിലോസിസ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. പങ്ക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. ഉദര രോഗികളുണ്ട്, അവർ വയറിന് കൈവെക്കണം. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ ഇത് പറയണത്. ഒരു നേരം പോലും ഒരു വയറിന് വേദന വന്നാൽ ആ ദിവസം നമുക്ക് പോകും. നിങ്ങൾക്കറിയാം, നിൻ്റെ ഉദരത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. കർത്താവ് മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ്. നമ്മളൊക്കെ സമാശ്വാസം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സർവാംഗ രോഗമുള്ള, ഒന്നിൽ കൂടുതൽ രോഗമുള്ളവർ, 3-4 രോഗങ്ങളുള്ളവർ അച്ഛൻ കാണിക്കണ പോലെ സ്വസ്തിക്കായിട്ട് കൈവച്ചാൽ മതി. കുറേ രോഗങ്ങളുള്ളവരില്ലേ, അവരിങ്ങനെ കൈവച്ചാൽ മതി. ഹോൾ ബോഡി, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് തൻ്റെ വിശുദ്ധ വലതുകരം നിങ്ങളുടെ മേൽ ഉയർത്താൻ പോവുകയാണ്. അതിമനോഹരമായ സമയമാണ്. കർത്താവ് തന്നെ ആണിപ്പെടുത്താർന്ന മരണത്തെ ജയിച്ച, കുരിശിനെ ജയിച്ച അവിടുത്തെ വലതുകരം നിങ്ങളുടെ മേൽ ഉയർത്താൻ പോവുകയാണ്. പരിശുദ്ധമ്മ ദേവമാതാവും എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ വിശുദ്ധാവും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിൻ്റെ പേരിൻ്റെ പുണ്യാളനും നിൻ്റെ കാവൽ മാലാഖമാരും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നീ ഇഷ്ടപ്പെട്ട പുണ്യാളൻ, നീ നൊവേന കൂടുന്ന പുണ്യാളന്മാരെ എല്ലാവരും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാവരും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പൂർണ്ണമായ സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ്, ഞാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പൂർണ്ണമായ സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ്, ഈശോയെ അവരെ സ്പർശിക്കണ കർത്താവ്. അങ്ങനെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ അവരെ സ്പർശിക്കണ കർത്താവ്. അങ്ങനെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ അവരെ സ്പർശിക്കണ കർത്താവ്. ഈശോ, ഈ കർത്താവ് ത്വക്ക് രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗമുള്ളവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, ചെവിന്ന് പഴുപ്പ് വരുന്നവരെ അങ്ങ് സ്പർശിക്കണം. മൂക്കിന് ദശ വളരുന്നവരെ സ്പർശിക്കണം കർത്താവ്. മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെയും കർത്താവ്, ടോൺസിലിന്റെ അസുഖമുള്ളവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ കർത്താവ്, നശയം ചെയ്യാൻ വേണ്ടി മാത്രം കഫം കർത്താവ് തിങ്ങിക്കൂടിയിരിക്കുന്ന, നെറ്റിൽ തിങ്ങിക്കൂടിയിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞരമ്പ് ബ്ലോക്കുള്ളവരെ, ഹൃദയം ബ്ലോക്കുള്ളവരെ, കരളെല്ലാം ചെയ്തു വരുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്. പങ്ക്രിയാസ് വീക്കമുള്ളവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികളെ കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ 35 വർഷം ആർക്ക് വേണ്ടിയാണ് ദൈവബലി അർപ്പിച്ചുകൊണ്ട്, ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്, ആർക്ക് വേണ്ടി ശുശ്രൂഷിച്ചത്, ആ യേശുക്രിസ്തു നാമത്തിൽ, യേശു നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചേണ്ട വിഷയങ്ങളല്ലോ, അതിപ്പോൾ ഓർക്കണം. ഈ ദിവസങ്ങളിൽ വല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളില്ലേ, ഇപ്പോൾ നല്ല സമയമാണ് ഓർക്കാൻ. അമ്മ മധ്യസ്ഥ വഹിക്കുന്നു. ഈശോ ദിവ്യകാരുണ്യത്തിൽ കാരുണ്യത്തോടെ നിൽക്കുന്നു നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഓർത്തേ. ചിലർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും, അത് ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ചിലർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും, വിവാഹം ഒത്തുവരാൻ വേണ്ടി. മക്കളുടേതാകാം ചിലപ്പോൾ. ചിലർ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും. ചില ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും. ചില പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നത് നല്ലതായിരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കാണും. ചിലർ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും. അതെല്ലാം ഇപ്പോൾ ഓർക്കേണ്ട സമയമാണ്. ഞാനിതെല്ലാം, നിങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ഇടപെടൽ സുനിശ്ചിതമാകുന്ന ഒരു സമയമാണ്. ചിലർ ഈ കിടപ്പ് രോഗികളുണ്ടാകാം. ചിലപ്പോൾ കിടന്നുകൊണ്ട് ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ
അമ്മയ്ക്ക് ഈ പ്രാർത്ഥന കാണിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെ സന്ദേശമുണ്ട്. കിടപ്പ് രോഗിയ അമ്മയ്ക്ക് പ്രാർത്ഥന മകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയെ സ്പർശിക്കാൻ വേണ്ടി ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കിടപ്പ് രോഗികളുണ്ട്. അവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്ന സമയമാകാം. ഒന്നിനും നിരാശപ്പെടരുത്. രോഗിയെ നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ, മക്കൾ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലല്ലേ ഉള്ളത്, അവരെല്ലാം കൈയൊഴിഞ്ഞില്ലേ, ഇപ്പോഴിത് എൻ്റെ തല്ലിൽ മാത്രമായില്ലേ നിരാശപ്പെടുന്ന വ്യക്തിയുണ്ടാകും. സാമ്പത്തികം കിട്ടിയാൽ മതിയായിരുന്നു, അതും കിട്ടണില്ല. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി ഒന്ന് പണ്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ നിലയിലായിപ്പോയേനും, വെറുതെ അല്ലേ ഇവർക്ക് ഗതി വന്നത്, ഇവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് ദൈവകൃപ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാകാം. അവരെല്ലാം ഇപ്പം അനുതാപത്തിലേക്ക് വരണം. കർത്താവാണ്, എൻ്റെ ജോലിയാണ് നീ ചെയ്യണത്, അത് നിന്നെക്കൊണ്ട് ദൈവമാണ് ചെയ്യിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. സാഹചര്യം ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 89 സങ്കീർത്തനത്തിൽ 11 പറഞ്ഞായിരുന്നു, ആകാശം ദൈവത്തിൻ്റെതാണ്, ഭൂമി ദൈവത്തിൻ്റെതാണ്, ഭൂമിയിലും ആകാശത്തിലുമാണ്, സമയത്തിലും സ്ഥലത്തിലുമാണ് സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. നിൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെതാണ്, ദൈവം നൽകിയതാണ്. ദൈവം നൽകിയ സാഹചര്യത്തെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ബെത്ലഹേമിലെ കലത്തൊഴുത്തിലെ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചത്, അതുപോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരാതിയില്ലാതെ ദൈവമേ, ദൈവത്തിൻ്റെ മനസ്സ് എന്ത് തന്നെയായാലും എന്നെക്കൊണ്ട് ചെയ്യിച്ചതിന്, എന്നെ ഈ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ അപ്പനെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ ഒരു അത് ഇല്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, വീടില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, മക്കളില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, വിവാഹം ഒത്തുവരാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, ജോലി ഇല്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകളെല്ലാം കർത്താവേ, സാഹചര്യങ്ങളെല്ലാം അത് അനുവദിക്കുന്നവരെ ദൈവത്തിൻ്റെതാണെന്നുള്ള വലിയ വെളിപാട് കിട്ടിയ ദിവസമാണിന്ന്. അതെല്ലാം ഞാൻ ദൈവം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവിനെ പോലെ സ്തുതിക്കുന്ന കർത്താവേ, ഹംസപിതാവിനെ പോലെ സ്തുതിക്കുന്ന കർത്താവേ, അമ്മയെ പോലെ സ്തുതിക്കുന്ന കർത്താവേ, അപ്പോസ്തലന്മാരെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. എല്ലാ ദുരിത സാഹചര്യങ്ങൾ, എല്ലാ വിഷമസന്ധികൾ, എല്ലാ മാരക രോഗങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ ക്രിസ്തു നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ശക്തീകരിക്കപ്പെടട്ടെ. ആരാധിക്കുമ്പോൾ വീടുകൾ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വീടുകൾ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹിയാത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകുന്നു. ദേഹിയാത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകുന്നു. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിക്കുക. കുറേ വിശ്വാസത്തോടെ സഹിച്ച വിഷയങ്ങളും വ്യക്തികളും ഉണ്ടാകും. അതെല്ലാം നന്ദിയായി കാഴ്ചവെക്കേണ്ട സമയമാണ്. പരിശുദ്ധമായ വഴി സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, സമാപനാശീർവാദന സമയമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഔഷപിതാവിൻ്റെ വർഷം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൃപാസനത്തിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്
ഔസപിതാവിൻ്റെ അതിമനോഹരവും ഭക്തിനിർഭരമായ നൊവേന നിർമ്മാണ സിസ്റ്റേഴ്സ് നടത്തുന്നത്. അത് കഴിഞ്ഞ ശേഷം ഔസപിതാവിൻ്റെ വണക്കമാസം. പരിശുദ്ധ പിതാവ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ സഭയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും അത് ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളിതൊക്കെ ശുശ്രൂഷ നടത്തുന്നത്. നിങ്ങൾക്കത് പങ്കെടുക്കണമെങ്കിൽ ആ ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കാം. വെള്ളിയാഴ്ച മുതൽ 6 മണി തൊട്ട് 7:30 മണി വരെ കൃപാസനം എയർ മിഷൻ നടത്തുകയാണ്. അതായത് അപ്പസ്റ്റോലിക് ഇൻട്രാക്റ്റീവ് റെറ്റീസ്, സുവിശേഷ വേലയ്ക്കും ആത്മീയ ശക്തീകരണത്തിനും ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള പരസ്പര ദൈവവചന സംഭാഷണങ്ങൾ, പരസ്പര ധാരണയും ബോധ്യവും ഉണ്ടായി കർത്താവിൻ്റെ അതേസമയം തന്നെ ആ ടോക്കിൻ്റെ സമയത്തെല്ലാം ആരാധന നടത്താറേയും നമ്മൾ കൂടിക്കൊണ്ടേയിരിക്കാം. അതേസമയം തന്നെ നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇൻട്രാക്റ്റീവ് റെറ്റീസ് എന്ന് പറയുന്നത്. അത് വെള്ളി, ശനി, ഞായർ 6 മണി മുതൽ 7:30 മണി വരെയാണ് എൻ്റെ സമയം. പിന്നെ നമ്മൾ വലിയ ഒരു ശുശ്രൂഷ തുടങ്ങുന്നുണ്ട്. അതായത് ഫാസ്റ്റിംഗ് ഫെസ്റ്റ്. വേൾഡ് ക്യാമ്പയിൻ ഫോർ സക്സസ്ഫുൾ സർവൈവൽ. അതായത് ലോകവും രാജ്യവും ജീവിതവും വ്യക്തികളുമെല്ലാം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴ്. ബിസിനസ് തകർന്നു പോയവരുണ്ട്, അതിൻ്റെ പേരിൽ പലിശക്കാർ മുടിഞ്ഞവരുണ്ട്, ഈ രോഗമല്ല വേറെ പല രോഗം വന്നവരുണ്ട്, ലോകത്ത് തൊഴിൽ നഷ്ടങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ ലോകം താഴേക്ക് വന്നിരിക്കുകയും അതിനെ സർവ് ചെയ്യാൻ, പിന്നെ സഭയിലാണെങ്കിൽ ഒരു ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയി അവർ 500 കുഞ്ഞുങ്ങളെ കൊന്നു. ഇങ്ങനെ ഭയങ്കര സഭയും ക്ഷീണത്തിൽ ഭയങ്കരമായ ദൈവാനുഗ്രഹം വേണ്ട ഒരു സമയമാണ്. ഇതിനെല്ലാം വ്യക്തിപരമായ അധ്യായം ഉറച്ച് എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് 40 ദിവസത്തേക്ക് ലോകത്തിലുള്ള, ഇപ്പോൾ കൃപാസനത്തിനാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഗൂഗിൾ സർവേ നോക്കിയാൽ UK-യിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള ഒത്തിരി പേര് ധ്യാനം കൂടുകയാണ്. അവരും ഗൾഫിലും ഒക്കെ ഉള്ളവർ, ഓസ്ട്രേലിയയിലുള്ളവരൊക്കെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടും താല്പര്യമുള്ള എല്ലാവരും ഇംഗ്ലീഷും മലയാളത്തിലുമാണ് ഈ റിട്രീറ്റ്. നോമ്പുകാല ധ്യാനമാണ്. പക്ഷേ വിഷയം നമ്മൾ നേരത്തെ തരും. ആ വിഷയം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ ദിവസത്തെ ആരാധനയും ധ്യാനവും. ഇപ്പോൾ ചിലപ്പോൾ പ്രകൃതി ഒരു സബ്ജക്റ്റാകും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അവസ്ഥ, മനുഷ്യരാശി മുഴുവനും നശിക്കാൻ പോണ അത് ഇതുപോലെയുള്ള കാർബൺ പ്രോബ്ലമാണ് പലപ്പോഴും വരുന്നത്. അപ്പം അന്തരീക്ഷം ഡീകാർബണൈസ് ചെയ്യാൻ വേണ്ടി ദൈവത്തോട് അധിക ബന്ധമുള്ളവർ പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിതം അസാധ്യമായിട്ട് വരും. സമുദ്രത്തിന് ജലപ്പരപ്പ് ഉയരും, പ്രളയം, ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പ്രളയം വരും. അങ്ങനെ പ്രകൃതി വല്ലാത്തൊരവസ്ഥയ്ക്ക് വരും. അപ്പോൾ അതൊരു സബ്ജക്റ്റാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളുണ്ട്. മിഷൻ ഫീൽഡ് ഒരു സബ്ജക്റ്റാണ്. ഇന്ത്യയുടെ വികസനവും സമാധാനവും ഒരു സബ്ജക്റ്റാണ്. ലോകത്തിൻ്റെ മിഷൻ അതുപോലെ തന്നെ കൊറോണ വാക്സിൻ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ചിലക്ക് റിയാക്ഷൻ വരുമെന്നുള്ള പേടിയാണ്. ഒരു റിയാക്ഷനും വരാതിരിക്കേണ്ടതും ജനങ്ങൾക്കെല്ലാം പഴയ രീതിയിലേക്ക് ലോകം വരേണ്ടതും ഉപവാസത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ദൈവത്തെ അറിയാവുന്നവരും ഉപവാസത്തിന് ശക്തി അറിയാവുന്നവരും കൂടി ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ അതാണ് 40 ദിന ഉപവാസം. ഒരാൾ ഒരു ദിവസം ഉപവസിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, ഉപവാസിക്കാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, ചിലപ്പോൾ ഒരാൾ 2-3 സബ്ജക്റ്റ് എടുക്കും പല ദിവസം. ആ സബ്ജക്റ്റും അത് ദിവസവും ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പം ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. കാര്യം ഇവിടെ നിങ്ങളുടെ പേര് പറഞ്ഞും നിങ്ങളുടെ സബ്ജക്റ്റ് സമർപ്പിച്ചും, ലോകമുള്ളവരുടെ മുഴുവൻ സബ്ജക്റ്റ് സമർപ്പിച്ചുകൊണ്ടും
ആ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആരാധന, പ്രത്യേക കുർബാന, പ്രത്യേക ജപമാല എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നോൻപ് കാലം ലോകത്തെ വീണ്ടെടുക്കാൻ നമ്മൾ അതിശക്തമായ ഒരു ക്യാമ്പയിനാണ് ശരിക്കും. ഇതൊരു ഉപവാസം, ഒരു ഉത്സവമായിട്ട് എടുക്കണം. കർത്താവ് തന്നെ പറഞ്ഞ് ഉപവാസം ഉത്സവമാക്കണമെന്ന്. എന്താ കാര്യം? നിങ്ങളെ നോൻപെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നരുത് നിങ്ങൾ പ്രാകൃതം പിടിച്ച് മെനക്കെട്ട് നടക്കുന്നവരാണ്. നിങ്ങൾ കുളിച്ച് നല്ല സുഗന്ധം പൂച്ചും മിടിക്കാടായിട്ട് നടക്കണം. സുന്ദരമായ ഇന്നലെ കർത്താവ് പറഞ്ഞത് ബി സ്മാർട്ട്. അതായത് ഉപവാസത്തെ ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാക്കി മാറ്റിയതാണ് യേശുവിൻ്റെ വിജയം. അപ്പോൾ ആ ഒരു ബോധത്തിലാണ് ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് എന്നുള്ള പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഉപവസിക്കുക, ഊർജ്ജം സമ്പാദിക്കുക, ഉപവാസത്തെ ഉത്സവമാക്കുക. ആ ഒരു ബോധത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റർ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് അയച്ചു തരും. നിങ്ങളുടനെ തിരഞ്ഞെടുക്കുന്ന 40 സബ്ജക്റ്റുകൾ തരുന്നുണ്ട്. 40 ദിവസവും അതിൽ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഉപവസിക്കുക, ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഉപവസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം ദിവസം, അത് ഞങ്ങൾക്ക് അതിന് പ്രത്യേക മെയിൽ വെച്ചിട്ടുണ്ട്. ആ മെയിൽ ഞങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ആ ദിവസത്തെ പ്രാർത്ഥന ലിങ്ക് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും. അപ്പം നമ്മൾ 10,000 മനുഷ്യർ ഒരു ദിവസം ഒരേ വിഷയത്തെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ ശക്തീകരിക്കും. പരസ്പര കൊയിനോട് സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കണത്, അല്ലേ? പ്രാർത്ഥന പഠിപ്പിച്ചത്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ